ഓരോ വിശുദ്ധ കുർബാനയും ഒരു ട്രാൻസെൻഡൻ്റൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ അതീന്ദ്രിയ സ്വഭാവമുള്ള ഒന്നാണ്. ഈ വിശുദ്ധ കുർബാന എന്ന ആരാധനയിൽ 4 കൂട്ടം ആത്മാക്കളുടെ സാന്നിധ്യം സഭ പഠിപ്പിക്കുന്നു. ഒരിക്കലും സഭയിലെ ഒരു ദൈവശാസ്ത്രജ്ഞനോട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, പരിശുദ്ധ സഭയിലെ സുറിയാനി സഭയിലെ വൈദികർ പരേതാത്മാക്കളെ വിളിച്ചു വരുത്തുന്നുണ്ടോ എന്ന്. അപ്പോൾ പരേതാത്മാക്കളെ ഓർക്കുക എന്ന് പറഞ്ഞാൽ പരേതാത്മാക്കളെ കുറിച്ചുള്ള ഓർമ്മകൾ വിശുദ്ധീകരിക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. അങ്ങനെ ഓർക്കുമ്പോൾ മാത്രമാണ് അവർക്ക് വിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് നമ്മോടൊപ്പം പങ്കുചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി, നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരേതാത്മാക്കളുടെ ഞായറാഴ്ച അഥവാ അനീതേ ഞായർ എന്ന വിഷയത്തെക്കുറിച്ചാണ്. സകല പരേതരെയും ഓർത്ത് സഭ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് വലിയ നോമ്പിന് മുമ്പ് വരുന്ന 1-ാമത്തെ ഞായറാഴ്ച എന്ന് പറയുന്നത്. ഈ വർഷത്തെ പരേതാത്മാക്കളുടെ ഞായറാഴ്ച ഫെബ്രുവരി മാസം 23-ാം തീയതിയാണ് പരിശുദ്ധ സഭ ആചരിക്കുന്നത്. ഈ ഞായറാഴ്ച എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. വിശുദ്ധ കുർബാനയുടെ സമാപന ആശീർവാദത്തിൽ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്, മരിച്ചുപോയവരോടുകൂടി ജീവനോടിരിക്കുന്നവരും ദൂരസ്ഥരോടുകൂടി സമീപസ്ഥരും എന്നാണ് വിശ്വാസ സമൂഹത്തെ പുരോഹിതൻ സംബോധന ചെയ്യുന്നത്. ഈ തൃത്വം അവരുടെ കടങ്ങളെ പരിഹരിക്കും, തെറ്റുകൾ ക്ഷമിക്കും, മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുമെന്നും പുരോഹിതൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഓരോ വിശുദ്ധ കുർബാനയും ഒരു ട്രാൻസെൻഡൻ്റൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ അതീന്ദ്രിയ സ്വഭാവമുള്ള ഒന്നാണ്. അത് മരിച്ചുപോയവരെയും ജീവനുള്ളവരെയും ഉൾക്കൊള്ളുന്നു, ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഈ വിശുദ്ധ കുർബാന എന്ന ആരാധനയിൽ 4 കൂട്ടം ആത്മാക്കളുടെ സാന്നിധ്യം സഭ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും സഭയിലെ ഒരു ദൈവശാസ്ത്രജ്ഞനോട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, പരിശുദ്ധ സഭയിലെ സുറിയാനി സഭയിലെ വൈദികർ പരേതാത്മാക്കളെ വിളിച്ചു വരുത്തുന്നുണ്ടോ എന്ന്. അപ്പോൾ ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞ മറുപടി ഇതാണ്, ഇതാ പരേതാത്മാക്കളെ വിളിച്ചു വരുത്തുകയല്ല സഭ ചെയ്യുന്നത്, പരേതാത്മാക്കളെ ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധന്മാരുടെ കാര്യത്തിലും പരിശുദ്ധ അമ്മയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സഭ ചെയ്യുന്നത്. ഓർക്കുമ്പോൾ അവരുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. വിളിച്ചു വരുത്തിയുള്ള ആത്മാക്കളെ വിളിച്ചു വരുത്തുന്ന ശുശ്രൂഷ, ഇൻവോക്കിംഗ് ദ സ്പിരിറ്റ് എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുടെ സ്വഭാവത്തിൽ വരുന്ന ഒന്നല്ല. വിശുദ്ധന്മാരുടെ സാന്നിധ്യത്തെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെയും നമ്മൾ ഓർക്കുമ്പോൾ അവരുടെ സാന്നിധ്യം സജീവമായി ഉണ്ടാകുന്നു. അത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ ദൂതന്മാരാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. ഒരിക്കലും പുരോഹിതൻ ആത്മാക്കളെ വിളിച്ചു വരുത്തുന്നില്ല. അവരെ ഓർക്കുക വഴിയായി വിശുദ്ധ കുർബാനയിൽ സജീവമായി വിശുദ്ധ കുർബാന മുന്നോട്ട് നയിക്കുന്ന പരിശുദ്ധ റൂഹ അല്ലെങ്കിൽ ദൈവദൂതന്മാർ ഈ ആത്മാക്കളുടെ സാന്നിധ്യത്തെ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഓരോ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുകൊണ്ട് പരേതാത്മാക്കളെ പ്രത്യേകമായി ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിശേഷമായ കുർബാനയാണ് പരേതാത്മാക്കളുടെ ഞായറാഴ്ച നമുക്ക് അനുഷ്ഠിക്കാനായിട്ടുള്ളത്. 4 കൂട്ടം ആത്മാക്കളുടെ സാന്നിധ്യം ഓരോ വിശുദ്ധ കുർബാനയിലും തുയോബോയ ശുശ്രൂഷയിൽ പുരോഹിതൻ ക്രമീകരിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 1-ാമത്തേത് പരിശുദ്ധ കന്യകാമറിയം അമ്മയാണ്, 2-ാമത്തേത് വിശുദ്ധന്മാരായിട്ടുള്ളവരാണ്, 3-ാമത്തേത് മൽപ്പാന്മാരും വാങ്ങിപ്പോയ പിതാക്കന്മാരുമാണ്, 4-ാമത്തേത് വിശ്വാസികളായ സകല പരേതരുമാണ്. ഇങ്ങനെ 4 കൂട്ടം ആത്മാക്കളെ ബലിപീഠത്തിൽ ഇതാ വിശുദ്ധ വസ്തുക്കളുടെ ചുറ്റുമായി ആഘോഷിച്ചുകൊണ്ട് അവരുടെ സാന്നിധ്യത്തെ ഉറപ്പാക്കുന്നുണ്ട്. അവരെ സ്മരിച്ചുകൊണ്ടാണ് അത് നിർവഹിക്കുന്നത്. മരിച്ചുപോയവരുള്ള നമ്മുടെ കടമ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് മരിച്ചവരെ വിശുദ്ധ കുർബാനയിൽ ഓർക്കുന്നത്, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 17:19 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, സാക്ഷാൽ അവരും വിശുദ്ധീകരിക്കപ്പെടേണ്ടത് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചുവെന്ന് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വ്യക്തിയെ വിശുദ്ധീകരിക്കണമെങ്കിൽ, അത് ജീവനൊടിക്കുന്നയാളാകാം, പരേതനാകാം, ആളെ വിശുദ്ധീകരിക്കണമെങ്കിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് തിരുവചനം, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു തിരുവചനത്തിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടാണ് നമ്മൾ പരേതാത്മാക്കളെ ഓർക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ പരേതാത്മാക്കളുടെ ഞായറാഴ്ചയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഒരു വിശ്വാസി, ഒരു പുരോഹിതൻ ഒരുങ്ങേണ്ടത് കുമ്പസാരിച്ച് ഒരുങ്ങുക എന്നുള്ളതാണ്. ആ കുമ്പസാരത്തിൽ പരേതരോടുള്ള ബന്ധത്തിൽ നമുക്ക് വന്നു പോയിട്ടുള്ള വീഴ്ചകൾ, അവരെ സംബന്ധിക്കുന്ന ഓർമ്മകൾ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള കൈപ്പേറിയ ഓർമ്മകൾ അവരുമായിട്ട് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അതെല്ലാം ഒരു കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കുകയും ആ ആത്മാക്കൾക്ക് ആശ്വാസം പകരാനായിട്ട് അതുവഴി നമുക്ക് സാധിക്കുകയും ചെയ്തു. അപ്പോൾ പരേതാത്മാക്കളെ ഓർക്കുക എന്ന് പറഞ്ഞാൽ പരേതാത്മാക്കളെക്കുറിച്ചുള്ള ഓർമ്മകൾ വിശുദ്ധീകരിക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. അങ്ങനെ ഓർക്കുമ്പോൾ, വിശുദ്ധീകരിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ് അവർക്ക് വിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് നമ്മോടൊപ്പം പങ്കുചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശുദ്ധന്മാരുടെ ആത്മാക്കളോട്, മാലാഖമാരോട് അവരുടെ ആത്മാക്കളെ കലർത്തുക എന്ന ഒരു ജോലിയാണ്, ഒരു പ്രവൃത്തിയാണ് അന്നത്തെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ നിർവഹിച്ചെടുക്കാനായിട്ടുള്ളത്. സഭ ഒന്നടങ്കം പരേതരെ ഓർക്കുന്ന ഒരു ആ ഞായറാഴ്ചയ്ക്ക് പ്രത്യേകമായിട്ട് പ്രാധാന്യമുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പ്രിയവരോട് നമുക്ക് പരേതാത്മാക്കളെ ഓർത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്: കുമ്പസാരിച്ച് ഒരുങ്ങി നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക. അവരോടുള്ള ബന്ധത്തിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകളെയും കൈപ്പേറിയ ഓർമ്മകളെയും മധുരമുള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ് ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത്. രണ്ടാമത്, നമ്മൾ തന്നെയും ഒരുങ്ങി വിശുദ്ധ കുർബാന അർപ്പിച്ച ബലിയിൽ സജീവമായിട്ട് പങ്കുചേരുക എന്ന് പറയുന്നത് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് പരേതാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. ബലി അർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താണ് ഒരു പരേതാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് ആ ആത്മാവിനെ വിശുദ്ധന്മാരുടെയും മാലാഖമാരുടെയും ആത്മാക്കളോട് അവരെ കലർത്തപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ അവർ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ കർത്താവ് കൽപ്പിക്കുന്ന ഒരു ഇടത്തേക്കാണ് ആത്മാവ് മാറ്റപ്പെടുന്നത്. അത് വിശുദ്ധന്മാരുടെ അധിവാസ സ്ഥലത്തേക്ക്, മാലാഖമാരുടെ കൂട്ടത്തിലേക്കാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അല്ലെങ്കിൽ അപ്രകാരം പടിപ്പടിയായിട്ട് ആത്മാവിനെ ഉയർത്തിക്കൊണ്ടുപോകാൻ, അതിൻ്റെ നിലവാരത്തെ ഉയർത്താനായിട്ട് നമ്മൾ ജീവനോടിരിക്കുന്നവരുടെ ബലിയർപ്പണങ്ങളും പ്രാർത്ഥനകളുമൊക്കെ കാരണമായി തീരും. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടിയാകുന്നു ചെയ്തത് എന്ന്. ഈ വചനത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ജീവനോടിരിക്കുന്ന ചെറിയവരായ ആൾക്കാർ എന്ന് പറഞ്ഞാൽ പാപത്തിൽ ജീവിക്കുന്നവർ, സാമ്പത്തികമായി പരാധീനയിൽ കഴിയുന്നവർ, രോഗത്തിലായിരിക്കുന്നവർ, ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പീഡയിൽ കഴിയുന്നവർ, ഇവരെയെല്ലാം നമുക്ക് സഹായഹസ്തം നീട്ടുമ്പോൾ അത് കർത്താവ് പറയുകയാണ് അത് എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന്. എന്നാൽ ഇതിൻ്റെ ആത്മീയമായ മറ്റൊരർത്ഥം, ചെറിയവരിൽ ഒന്ന് എന്ന് കാണുന്നത് ഇതാ നിദ്ര പ്രാപിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടുപോയി, എന്നാൽ ആ ആത്മാവ് സ്വസ്ഥത പ്രാപിച്ചിട്ടില്ല. മാലാഖമാരോടും വിശുദ്ധന്മാരോടും കലർത്തപ്പെടാനായിട്ട് ആത്മാവ് വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, നിർമ്മലീകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ളവരും കർത്താവിൻ്റെ വീക്ഷണത്തിൽ ചെറിയവരാണ്. അതുകൊണ്ട് അവർക്ക് ചെയ്യുന്നൊരു സഹായം, അപ്പം നിദ്ര പ്രാപിച്ചവർക്ക് വേണ്ടി അവരുടെ ആത്മാവിനെ സ്വർഗത്തിൽ പർദീസായിൽ മാലാഖമാരോടും വിശുദ്ധന്മാരോടും കലർത്തപ്പെടാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് നമുക്കവരെ സഹായിക്കാൻ കഴിയുന്നത്. ജീവനോടിരിക്കുന്നവരെ സഹായിക്കുന്നത്, അവരെ ആത്മീയമായി അഭിവൃദ്ധിപ്പെടുക, ഭൗതികമായി അവർക്ക് സഹായങ്ങൾ നൽകുക, ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ മരിച്ചുപോയ ആത്മാവിന് വേണ്ടി നമുക്ക് ഭൗതികമായി സഹായഹസ്തം നീട്ടാൻ സാധിക്കുകയില്ല. അവർക്ക് വേണ്ടി ബലിയർപ്പിക്കാനും പ്രാർത്ഥിക്കാനുമാണ് നമുക്ക് സാധിക്കുക. അദൃശ്യ ലോകത്താണ് അവരെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രാൻസെൻഡൻ്റൽ സ്വഭാവമുള്ള, അതീന്ദ്രിയ സ്വഭാവമുള്ള ബലിയർപ്പണത്തിലൂടെയാണ് മരിച്ചുപോയവരെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഈ ചെറിയവരിൽ ഒരാൾക്ക് നിങ്ങൾ എന്ത് ചെയ്തപ്പോഴും അത് എനിക്ക് വേണ്ടി ചെയ്തു എന്ന വചനത്തെ പൂർത്തീകരിക്കാനായിട്ട് സകല പരേതരുടെയും ഓർമ്മ ആഘോഷിക്കുന്ന ഈ ഞായറാഴ്ചയിൽ നമുക്ക് കാരണമായി തീരും. മരണാനന്തര ശുശ്രൂഷകളിലും അതുപോലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിയർപ്പണങ്ങളിലും പ്രധാനമായും വായിക്കപ്പെടുന്ന ചില തിരുവചന ഭാഗങ്ങളെ കൂടി ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ ചിന്തകൾ അവസാനിപ്പിക്കാം. പ്രധാനമായും ശ്ലീഹാ വായനയിൽ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്: പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിദ്ര പ്രാപിച്ചവരെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് പൗലോസ്ലീഹ നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. യേശുവിൽ വിശ്വസിച്ച് മരണമടഞ്ഞവരെല്ലാം ഇതാ കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ അവനോടുകൂടി എടുക്കപ്പെടാനുള്ളവരാണ്. അതുകൊണ്ട് അവരെക്കുറിച്ച് ഒരു നല്ല പ്രത്യാശ നമ്മൾ വെച്ച് പുലർത്തുക. അവരുടെ ആത്മാവിന് സ്വസ്ഥത പകരുവാൻ, ആശ്വാസം പകരുവാനായിട്ട് അവർക്ക് വേണ്ടി ബലികളും പ്രാർത്ഥനകളും അർപ്പിക്കുക. അതിനുവേണ്ടി ഒരു ഉത്സാഹമാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. മരിച്ചവരെക്കുറിച്ച് നമ്മൾ ദുഃഖിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് നമുക്കൊരു പ്രത്യാശയും ഇല്ലാതിരിക്കുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ പ്രത്യാശയില്ലാത്ത മറ്റാളുകൾ, വിജാതീയരെക്കുറിച്ചാണ് പൗലോസ്ലീഹ പറയുക. ക്രൈസ്തവ സമൂഹത്തിലുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിൽ അങ്ങനെ നിദ്ര പ്രാപിച്ചവരെക്കുറിച്ച് തീവ്രമായ ഒരു ദുഃഖം പുലർത്തേണ്ടതായിട്ടില്ല.
കാരണം അവരെക്കുറിച്ച് നമുക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അവനോടുകൂടി മരിച്ചവർ ആദ്യം ഉയർക്കും എന്നാണ് പൗലോസ്ലീഹ പറയുക. അപ്പോൾ ഒന്നാമതായി കർത്താവിനെ എതിരേൽക്കാൻ വേണ്ടി ആദ്യമേ തന്നെ സ്ഥാനം പിടിച്ചവരാണ് നിദ്ര പ്രാപിച്ചവർ. അവരെ അതിനുവേണ്ടി കൂടുതൽ യോഗ്യതയുള്ളവരാക്കി തീർക്കാൻ വേണ്ടി ബലിയർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന ആശയമാണ് ആ തിരുവചന വായനയിലൂടെ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. വീണ്ടും ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം, അത് വളരെ പ്രധാനമായിട്ടും ഏവെങ്കിലുവിൻ ഭാഗത്ത് വായിക്കുന്ന ഒരു വേദഭാഗമാണ്. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 24. സത്യമായി നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിച്ച് എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് കർത്താവ് തന്നെയും നമ്മോട് അരുളി ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിനെ അയച്ച പിതാവായ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. നിത്യജീവൻ്റെ വചനങ്ങളാണ് കർത്താവ് നമ്മോട് അരുളി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് നിത്യജീവനുണ്ട്. അവർ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന പ്രത്യാശയുടെ വചനമാണ് വിശുദ്ധ ഏവെങ്കിലിനായിട്ട് വായിക്കുന്നത്. വീണ്ടും ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു സന്ദർഭം നമ്മൾ കണ്ടെത്തുന്നുണ്ട്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ മരിച്ചവർക്ക് പുനരുത്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്ന സദുക്യരായ ചില ആൾക്കാർ സമീപിച്ചു. യേശുവിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നത് ഇതാണ്: മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അവശേഷിപ്പിക്കുന്ന തൻ്റെ ഭാര്യയെ സഹോദരന്മാരുണ്ടെങ്കിൽ അവരിൽ ഒരാൾ വിവാഹം ചെയ്ത് മക്കളെ ജനിപ്പിക്കുക എന്നൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സദൂക്യർ ചോദിച്ചു, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരുടെ ഭർത്താവ് മരിച്ചു, ഒരു സഹോദരൻ വിവാഹം ചെയ്തു, അവനും മരിച്ചു, പിന്നീട് രണ്ടാമത്തെ സഹോദരൻ വിവാഹം ചെയ്തു, അവനും മരിച്ചു. അങ്ങനെ 7 സഹോദരന്മാർക്ക് ഭാര്യയായിരുന്ന ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ പുനരുത്ഥാനത്തിൽ ഈ സ്ത്രീ ആരുടെ ഭാര്യയായിരിക്കും എന്ന ഒരു കുസൃതി ചോദ്യമാണ് സദൂക്യർ യേശുവിനോട് ചോദിക്കുന്നത്. അപ്പോൾ യേശു പറയുന്ന മറുപടി ഇതാണ്: മരിച്ചവർ മാലാഖമാരെ പോലെയാകുന്നു. അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല. അങ്ങനെ അവരുടെ വായടപ്പിക്കാനായിട്ട് യേശുവിന് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, മരിച്ചവർ മാലാഖമാരെ പോലെയാകുന്നുവെന്ന തിരുവചനം ഓരോ നിദ്ര പ്രാപിച്ചവരിലും യാഥാർത്ഥ്യമായി തീരുവാൻ ആക്കുവാനായിട്ട് നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് സകല പരേതരുടെയും ഓർമ്മ ദിവസം ശരിക്കും പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണ സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിൻ്റെ ദിവസമാണ്. ജീവനോടിരിക്കുന്ന നമുക്കും വലിയൊരു പ്രത്യാശ നൽകുന്നുണ്ട്. നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ മാലാഖമാരോടൊപ്പം പിതാവ് കൽപ്പിക്കുന്ന ഇടങ്ങളിലേക്ക് നമ്മൾ മാറ്റപ്പെടും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടും എന്ന പ്രത്യാശയാണ് നമുക്കുള്ളത്. തെസ്സലോനിക്കർക്കെതിരെ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. അതുപോലെ 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 35 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതാ, മരിച്ചുപോയവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുന്നത്? നമ്മളായിരിക്കുന്ന ഈ ശരീരത്തിലാണ് ഉയർപ്പിക്കപ്പെടുന്നത് എന്ന സംശയമെല്ലാം തീർക്കുവാനായിട്ട് പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 35 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ഇതാ, മരിച്ചുപോയ ഒരു വ്യക്തിയെ സഭ മരണ വീട്ടിൽ നിന്ന് ആ മൃതശരീരത്തെ വികാരി അച്ഛനിലൂടെ ഏറ്റെടുക്കുകയും പള്ളിയിൽ കൊണ്ടുവന്ന് കല്ലറയിൽ അടക്കം ചെയ്യുന്നു. പൗലോസ്ലീഹ ഇങ്ങനെ അടക്കം ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നത് ഒരു വിത്ത് കുഴിച്ചിടുന്നത് പോലെയാണ്. ഒരു വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് മറ്റൊരു മരമായി വളരുന്നു. ഇതുപോലെ തന്നെ സഭ കർത്താവിൽ നിദ്ര പ്രാപിച്ചവരെ അടക്കം ചെയ്തിരിക്കുന്നു. കർത്താവ് രണ്ടാമത് വരുമ്പോൾ മരിച്ചു പോയവർ ആദ്യം ഉയർക്കും. അവരെ ഒരു പുതു ശരീരം പ്രാപിച്ചാണ് അവർ ഉയർത്തെഴുന്നേൽക്കുക. അവർ രൂപാന്തരം പ്രാപിച്ചൊരു പുതു സൃഷ്ടിയായി അവർ കർത്താവിനോട് ചേരും എന്നാണ് പൗലോസ്ലീഹ ആ വേദഭാഗത്ത് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രത്യാശയുടെ ഈ വചനങ്ങൾ മരിച്ചുപോയവരുടെ ഞായറാഴ്ചയിൽ, സകല പരേതരുടെയും ഞായറാഴ്ചയിൽ നമ്മൾ ധ്യാനിക്കാനായിട്ട് സഭ ആഗ്രഹിക്കുന്നു. വീണ്ടും 1 കൊരിന്ത്യർ 15-ന്റെ 51 നമ്മൾ വായിക്കുന്നുണ്ട്: ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം ഊതുമ്പോൾ കണ്ണുമയ്ക്കുന്ന അത്ര പെട്ടെന്ന് നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും, നാം രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുമെന്ന് പൗലോസ്ലീഹ പറയുകയാണ്. വീണ്ടും 1 കൊരിന്ത്യർ 15-ന്റെ 55 പൗലോസ്ലീഹ ചോദിക്കുകയാണ്: മരണമേ നിൻ്റെ മുള്ള് എവിടെ? പാതാളമേ നിൻ്റെ ജയം എവിടെ? എന്ന്. സകല പരേതരുടെയും ഞായറാഴ്ച ഓരോ വിശ്വാസിക്കും ചോദിക്കാനുള്ളൊരു ചോദ്യം ഇതാണ്, അല്ലെങ്കിൽ സഭ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു കാര്യം ഇതാണ്: മരണമേ നിൻ്റെ മുള്ള് എവിടെ? പാതാളമേ നിൻ്റെ ജയം എവിടെ? നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമുക്കൊരുമിച്ച് അവരെ കാണുവാനായി, കർത്താവിനെ കണ്ടെത്തി എതിരേൽപ്പിന് പുറപ്പെടുവാനായിട്ട് കാഹളം ഊതുമ്പോൾ കണ്ണുമയ്ക്കുന്ന വേഗത്തിൽ
രൂപാന്തരം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കാനായിട്ടുള്ളവരാണ് നിദ്ര പ്രാപിച്ചവർ. കർത്താവ് രണ്ടാമത് വരുമ്പോൾ നമ്മൾ ജീവനോടിരിക്കുന്നുവെങ്കിൽ നമ്മൾ അറിയുക, നമ്മളല്ല ആദ്യം അവരെ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് പോകുന്നത്. കാഹളമൂതുമ്പോൾ മരിച്ചവർ കർത്താവിന് നിദ്ര പ്രാപിച്ചവർ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ എതിരേൽപ്പാനായിട്ട് വാനമേഘങ്ങൾ എടുക്കപ്പെടും. അതിനുശേഷമാണ് ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് കർത്താവിലേക്ക് എടുക്കപ്പെടുന്നത്. അപ്പോൾ മുന്നമേ കർത്താവിനെ എതിരേൽക്കാൻ വേണ്ടി കർത്താവ് കൽപ്പിക്കുന്ന ഇടങ്ങളിൽ വിശ്രമിക്കുന്ന പരേതാത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ ഞായറാഴ്ച സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളുകളിൽ ഒന്നായിട്ടാണ് സഭ ആഘോഷിക്കുന്നത്. വലിയ നോമ്പിന് മുമ്പുള്ള ഒന്നാമത്തെ ഞായറാഴ്ചയാണ് പരേതാത്മാക്കളുടെ ഞായറാഴ്ചയായിട്ട് സഭ ആഘോഷിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് ഈ ഞായറാഴ്ചയുടെ പ്രാർത്ഥനകൾ, കുർബാനകൾ ആ ഞായറാഴ്ച കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. സത്യത്തിൽ നോമ്പിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. പരിശുദ്ധ വലിയ നോമ്പ് പ്രധാനമായും മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദിനങ്ങളാണ്. അതുകൊണ്ടാണ് വലിയ നോമ്പിന് മുമ്പുള്ള 2 ഞായറാഴ്ചകൾ, ഒന്ന് സകല പരേതരെയും, രണ്ടാമത്തെ ഞായറാഴ്ച പട്ടക്കാരായ സകല പരേതരെയും ഓർത്തുകൊണ്ടുള്ള പ്രാർത്ഥനകളും കുർബാനകളും എല്ലാം നടത്തുന്നത് നോമ്പിൻ്റെ ദിനങ്ങളിൽ പ്രത്യേകമായിട്ടും മരിച്ചവർക്ക് വേണ്ടി, മരിച്ചുപോയ വിശ്വാസികൾക്ക് വേണ്ടിയും മരിച്ചുപോയ അഭിഷിക്തർക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് സഭ ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നതിൻ്റെ, പരിഹാരങ്ങൾ ചെയ്യുന്നതിൻ്റെ, ഈ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുന്ന പരിഹാരങ്ങൾ മരിച്ചവർക്ക് വേണ്ടി കൂടി ആയിത്തീരുവാനായിട്ട് സഭ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ഞായറാഴ്ച സമുചിതമായി ആഘോഷിക്കാൻ നമുക്കെല്ലാവർക്കും ദൈവം ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കാം. നല്ലവനും കാരുണ്യവാനുമായ ദൈവം, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പാടുവീടുകളേറ്റ് ക്രൂശിൽ മരിച്ചു, ബലിയായി തീർന്നു, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു, പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് എന്തിനു വേണ്ടിയാണ് ഈ പാടുവീടുകൾ ഏറ്റത്? പൗലോസ് പറയുന്നുണ്ടല്ലോ, കർത്താവിൽ വിശ്വസിക്കുന്നത് ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ നമ്മൾ ഏറ്റവും അരിഷ്ടൻ മനുഷ്യരാകുന്നുവെന്ന്. പ്രിയ കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും ഈ ലോകത്തിന് വേണ്ടി കർത്താവിനെ സ്വീകരിക്കുന്നവരോ കർത്താവിന് ബലിയർപ്പിക്കുന്നവരോ ആയി തീരാതെ അവിടുന്ന് പുണ്യം പ്രയം വെച്ചതുപോലെ നിത്യജീവനിലേക്ക് ഞങ്ങളെ ആദായപ്പെടുത്തുവാനായിട്ടാണല്ലോ അവിടുന്ന് ക്രൂശിൽ ബലിയായി തീർന്നത്. ഈ വലിയ സത്യത്തെ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കുവാനും മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാനും ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് സുവിശേഷത്തിൻ്റെ സന്ദേശത്തെ, സന്തോഷത്തെ പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന വലിയ നോമ്പിൽ പ്രായശ്ചിത്തങ്ങളും പരിഹാരങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് പുതുസൃഷ്ടിയായി തീരുവാൻ, വീണ്ടും വീണ്ടും കർത്താവിലേക്ക് അടുത്തു വരുവാൻ, അവിടുന്ന് ഞങ്ങളെ പരിമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഉപകരണങ്ങളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മരിച്ചുപോയവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം കർത്താവ് രണ്ടാമത്തെ വരവിൽ ഒരുമിച്ച് കാണുവാൻ തക്ക വിധം അവിടുന്ന് ഭാഗ്യം കൊടുക്കണമേ. മാലാഖമാരോടും വിശുദ്ധന്മാരോടും കലർത്തപ്പെടട്ടെ. പരിശുദ്ധ സഭയിൽ നിന്ന് വാങ്ങിപ്പോയ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് ഫ്രദോൻ ബാവായെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു, ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാലാഖമാരുടെയും വിശുദ്ധന്മാരുടെയും ആത്മാക്കളോട് ആ പുണ്യപിതാവിൻ്റെ ആത്മാവിനെ കലർത്തപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.